അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ചുക്കപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചുക്കപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. 4-5 കുഞ്ഞുള്ളി അരിഞ്ഞെടുത്താണ്. അതൊന്ന് ഈ നെയ്യിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വന്നാൽ മതി. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് പാത്രത്തിനാണോ വെള്ളം എടുത്തിട്ടുള്ളത് അതേ പാത്രത്തിൽ തന്നെ നമുക്കിതിന് വേണ്ട അരിപ്പൊടി എടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചൊന്ന് തിളക്കുന്ന വരെ കാത്ത് നിൽക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം എടുത്ത കപ്പിൽ 1 കപ്പ് പച്ചരിയാണ്, അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കണ പോലെ ഒന്ന് വാട്ടിയെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും. നമ്മൾ മാവൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2-3 സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ജീരകം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്കിതൊന്ന് പത്തിരിയുടെ മാവ് കുഴച്ചെടുക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം, നല്ല ചൂടാറി പോകരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പോയാൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരു മുട്ട നമ്മളിതുപോലെ പൊട്ടിച്ച് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ മാവിലൊഴിച്ചിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് ചേരുവകൾ മാത്രം മതി. 1 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് ഒരു പാത്രം നിറയെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമതും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു മുട്ട മുഴുവനായിട്ട് നമ്മൾ ഈ മാവിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി കുഴച്ചിട്ട് നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്കൊന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെയ്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് വെക്കുക. എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ മാവ് എടുത്ത് കയ്യിൽ ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് വരാം. അപ്പോൾ നമ്മുടെ മാവ് മൊത്തമായിട്ട് നമ്മൾ ഇതുപോലെ കുഞ്ഞു ബോളാക്കി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരാം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ നമ്മളുണ്ടാക്കി വെച്ച ഓരോ ചുക്കപ്പത്തിൻ്റെ, എൻ്റെ മോനെ ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മോനെടുത്തിട്ടതാണ് എണ്ണയിലേക്ക്. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് നമുക്കിതിൽ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത പാടെ വെച്ച് ചട്ടകം വെച്ച് ഇളക്കി കൊടുക്കരുത്. അതുപോലെ നമ്മൾ കുഴക്കുമ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വെള്ളം കൂടി പോകരുത് എന്ന് പറയണത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് വറുത്ത് കോരാൻ. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുക്കപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ
ചുക്കപ്പവും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.